വെൽക്കം ടു ജാക്വലിൻസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ പ്രൊജക്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും 10 പൈസ ചിലവില്ലാതെ. കണ്ടോ, ഈ ഒരു ഡെപ്പോ ഉപയോഗിച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് എൻ്റെ തലമുട്ട കിട്ടി. വെറുതെ ഒരു പട്ടിഷോയ്ക്ക് വേണ്ടി ഇറങ്ങി നോക്കിയതാ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ആദ്യം ഇത് നോക്കാം. ഓക്കെ, ഹലോ എവരി വൺ. അപ്പോൾ ഇതാണ് ആ ഡപ്പ. ഇതൊരു പ്ലാസ്റ്റിക് ഡപ്പയാണ്. ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം. തേങ്ങയുടെ മുകളിൽ തുറക്കാനും കിട്ടുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ തുറന്നിട്ട് വരാം. ഇത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് പാഴ്സൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു ഡപ്പയാണ്. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് പാത്രം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മറ്റേ കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ഈ പഴയ ബുക്കിൻ്റെ ചട്ടയൊക്കെ ഉണ്ടാവില്ലേ, അതിൽ അങ്ങനെ മെഷർമെൻറ്റ് വെട്ടിയെടുത്തിട്ട് പാത്രത്തിന് മുകളിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യണത് പെൻ നൈഫാണ്, പേനക്കത്തി. അത് വെച്ചിട്ടാണ് നാം കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാധാരണ കത്രിക ഉപയോഗിച്ചിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതുപോലൊരു 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവും ഈ സെല്ലോ ടേപ്പ്. അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗവും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഈ പെൻ നൈഫില്ലേ, പേനക്കത്തി, അത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ കിട്ടും. ഒരു 140 രൂപയുടെ ഉള്ളിലൊക്കെ ആവുള്ളൂ. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതെന്തായാലും വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് പേപ്പർ ക്രാഫ്റ്റിനായാലും എന്തിനായാലും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. കണ്ടോ, ഇതുപോലെ ഈ 4 പീസും ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് അതിൻ്റെ നടുവിലായിട്ടൊരു ചതുരം കിട്ടും, ചെറിയൊരു ഓട്ട പോലെ. നമ്മളെടുത്ത മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല കറക്റ്റായിട്ടുള്ളൊരു സ്ക്വയർ നമുക്ക് കിട്ടുള്ളൂ. ഇനി നടുവിലുള്ള ചതുരം ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പിൽ നിൽക്കാനായിട്ട് ഞാൻ ഈ 4 വശം ഒന്ന് വെറുതെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യൂട്യൂബിൽ ഹോളോഗ്രാം വീഡിയോസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് വരും. അപ്പോൾ ഐഡിയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കണ്ട. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഇനി ഈ വീഡിയോൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പ്രൊജക്ടർ വെക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് വേസ്റ്റിലേക്ക് കളയണ്ട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.